الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين وقال النبي صلى الله عليه وسلم إذا عظمت أمتي الدنيا نزعت منها هيبة الإسلام وإذا تركت الأمر بالمعروف والنهي عن المنكر حرمت بركة الوحي وإذا تصابت أمتي سقطت من عين الله أو كما قال عليه الصلاة والسلام ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ സഹോദരന്മാരെ സ്നേഹിതന്മാരെ അല്ലാഹു തആല നമ്മളെ ഒരുമിച്ച് കൂടുതൽ കബൂലാക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവൻ എഴുത്തത്തെ കാരണമാക്കുമാറാവട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് അങ്ങേയറ്റം കരുണയും വാത്സല്യമുള്ളവനാണ് ഉമ്മയേക്കാൾ 70 ഇരട്ടി കരുണയാണ് അല്ലാഹുവിന് അതുകൊണ്ട് അല്ലാഹു അവന്റെ അടിമകളോട് വലിയ കരുണയുള്ളവനാണ് മുഴുവൻ ആളുകളും സ്വർഗത്തിലെത്തണം അതിലേക്കാണ് അല്ലാഹുവിന്റെ ദഅവത്ത് വല്ലാഹു യദ്ഉ ഇലാ ദാരിസ് സലാം രക്ഷയുടെ വീട്ടിലേക്കാണ് അല്ലാഹു ദഅവത്ത് ചെയ്യുന്നത് മുഴുവൻ ആളുകളും രക്ഷപ്പെടണം അതിനുവേണ്ടി അല്ലാഹു തആല ഓരോ കാലഘട്ടങ്ങളിൽ മനുഷ്യർക്ക് അല്ലാഹുവിന്റെ തൃപ്തിയുടെ വഴി കാണിച്ചു കൊടുക്കാനായി സ്വർഗത്തിന്റെ വഴി കാണിക്കാനായി നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചുകൊണ്ടേയിരുന്നു നബിമാർ വന്ന് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു ആളുകൾക്ക് അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കുക സത്യത്തിൽ നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു അല്ലാഹുവിന്റെ തൃപ്തി എങ്ങനെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ള വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചു തങ്ങളുടെ ഉമ്മത്തികളാവാൻ നമുക്ക് ഭാഗ്യം കിട്ടിയത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം കാരണം മുഴുവൻ നബിമാരുടെയും നേതാവാണ് ഇമാമുൽ അംബിയാണ് സയ്യിദുൽ അംബിയാണ് അഷ്റഫുൽ മഖ്ലൂഖാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നബിയാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാവാൻ നമുക്ക് ഭാഗ്യം കിട്ടിയത് നമ്മുടെ ജീവിതത്തിലെ ഈമാനിന് ശേഷം കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം സ്വർണ്ണത്തിന്റെ വില നമുക്ക് ഭൂമിയിൽ ഒരു പക്ഷെ മനസ്സിലാവില്ല നാളെ ആഖിറത്തിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ നബിയുടെ വില എത്രയുണ്ട് നമ്മുടെ നബി എത്രത്തോളം നമ്മുടെ നബിയുടെ ഉമ്മത്തികൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പരിഗണന ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും മുഴുവൻ നബിമാരും സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഉമ്മത്തിൽ നമ്മളുടെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിയാണ് ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിച്ചു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ ഇഷ്ടത്തിന്റെ പേരിൽ ഈ ഉമ്മത്തികളുടെ മേൽ ഒരുപാട് നിഅമത്തുകൾ ചൊരിഞ്ഞിട്ടുണ്ട്.
കുറഞ്ഞ കാല ഈ ഉമ്മത്തിന് ആയുസുള്ളൂ, പക്ഷെ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നാൽ മറ്റുള്ള നബിമാരുടെ ഉമ്മത്തികളോട് കിടപിടിച്ച് നിൽക്കാൻ, അവരോട് ചേർന്ന് നിൽക്കാൻ, അല്ലെങ്കിൽ അവരെക്കാൾ മുന്നിലേക്ക് പോവാൻ വലിയ വഴികളും സംവിധാനങ്ങളും അല്ലാഹു ഏർപ്പാടാക്കി. വർഷങ്ങളുടെ ഇബാദത്തിന്റെ പ്രതിഫലം ഒരു രാത്രിക്ക് നൽകുക ഈ ഉമ്മത്തിനോട് അല്ലാഹു ചെയ്യുന്ന അനുഗ്രഹം. ഇത്ര പ്രധാനപ്പെട്ട വലിയ നിഅമത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാനിന്റെ അവസാന ദിവസം ഖതബന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ആഖിരി യൗമിൻ മിൻ ശഅബാൻ, ശഅബാന്റെ അവസാനത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഖുത്ബ ചെയ്തു, ഞങ്ങളോട് സംസാരിച്ചു. യാ അയ്യുഹന്നാസ് ഖദ് അവല്ലകും ശഹ്റുൻ അളീം ശഹ്റുൻ മുബാറക്, ഖദ് അവല്ലകും ശഹ്റുൻ അളീം, ഒരു മഹത്തായ മാസം ഇതാ നിങ്ങൾക്ക് ആസന്നമായിരിക്കും. അളീം, മഹത്തായ മാസം, മുബാറക്, ബർക്കത്തുള്ള മാസം. ശഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹ്ർ, അതിലൊരു രാത്രി ഉണ്ട്, ആ രാത്രി 1000 മാസത്തെക്കാൾ ശ്രേഷ്ഠമായതാണ്. 1000 മാസത്തെക്കാൾ. 1000 മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം 83 വർഷവും 4 മാസവും. ഒരു രാത്രിക്ക് 83 വർഷം. ഒരു രാത്രി 10 രാത്രി ഉണ്ടായാലും 10 രാത്രി കിട്ടി. 10 വർഷത്തിൽ ഒരാൾക്ക് 10 ലൈലത്തുൽ ഖദർ കിട്ടിയാൽ അയാൾക്ക് എത്ര വർഷം ഉണ്ടാവും നിങ്ങൾ ആലോചിക്കും. മറ്റുള്ള നബിമാരുടെ ഉമ്മത്തികളുടെ അടുക്കലേക്ക് എത്താൻ ഒരു രാത്രി നൽകി. ജഅലല്ലാഹു സിയാമഹു ഫരീള വഖിയാമ ലൈലിഹി തതവ്വുഅ, റമദാനിലെ നോമ്പിനെ നിങ്ങൾക്ക് ഫർളാക്കി, രാത്രിയിലെ നമസ്കാരങ്ങളെ നിങ്ങൾക്ക് സുന്നത്താക്കി. മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ കാന കമൻ നദ്ദ ഫരീളതൻ ഫീമാ സിവാ, എന്തെങ്കിലും ഒരു നന്മയായ കാര്യം, എന്ത് നന്മയായാലും ചെറിയൊരു നന്മ ചെയ്താലും അത് നിങ്ങൾക്ക് ഫർള് ചെയ്തതിന്റെ പ്രതിഫലം തരും. വമൻ നദ്ദ ഫീഹി ഫരീളതൻ കാന കമൻ നദ്ദ 70 ഫരീള, ഒരു ഫർദ് ചെയ്താൽ മറ്റു മാസങ്ങളിൽ നിങ്ങൾക്ക് 70 ഫർദ് ചെയ്തതിന്റെ പ്രതിഫലം വരും. ശഹ്റുൽ മുവാസാത്ത് ശഹ്റുസ് സബ്ർ വസ്സബ്റു സവാബുഹു വൽ ജന്ന, വിശാലതയുടെ മാസമാണ്, നിങ്ങൾക്ക് ക്ഷമയുടെ മാസമാണ്. വസ്സബ്റു സവാബുഹു വൽ ജന്ന, ക്ഷമ അത് അതിന്റെ പ്രതിഫലം സ്വർഗ്ഗമാണ്. മാസത്തിന്റെ പേരെന്നെ വഹുവ ശഹ്റുസ് സബ്ർ, ഷഹർ റമദാൻ എന്ന് പറഞ്ഞ പോലെ റസൂലുള്ളാഹിങ്ങൾ പറയാൻ വഹുവ ശഹ്റുസ് സബ്ർ, ക്ഷമയുടെ മാസമാണ്. ബാക്കി മാസങ്ങളിൽ ക്ഷമ വേണം, പക്ഷെ റമദാനിൽ കൂടുതൽ ക്ഷമ വേണ്ടി വരും. ശഹ്റുൻ യുസാദു ഫീ റിസ്ഖുൽ മുഅ്മിൻ, മുഅ്മിന്റെ റിസ്കിനെ അധികരിപ്പിക്കുന്ന മാസമാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ശഅബാന്റെ അവസാനത്തിൽ ഉമ്മത്തിന്റെ ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് വിചാരിച്ച് നബിതങ്ങളുടെ സാഹസങ്ങൾ ഉണർത്തിക്കൊണ്ടേ വലിയൊരു മാസം നൽകി. ഈ റമദാനെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നമ്മളെ പറ്റി ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ സാധാരണ ദുൽഖഅദ അല്ലെങ്കിൽ ജമാദുൽ ഊല ജമാദുൽ ഉഖറൊക്കെ പോലെ അതിങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ടാവും, നമ്മളറിയില്ല. വർഷങ്ങൾ തീരും, അങ്ങനെ നമുക്ക് വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോകും. പക്ഷെ അല്ലാഹു തആല ഉമ്മത്തിനോട് ചെയ്ത വലിയ കരുണ, ഒരു മുബാറക്കായ മാസം ആ വർഷത്തിൽ വെച്ചു. അതുകൊണ്ട് തന്നെ വലിയ ഒരുങ്ങലുകൾ ഉണ്ടാവും. റജബിലും ശഅബാനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബർക്കത്ത് ചോദിച്ചു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഓർമ്മ വരല്. മസ്ജിദുകളിൽ നിന്ന് ഇമാംമാർ ദുആ ചെയ്യുമ്പോൾ ഓർമ്മ വരും, ദാ റമദാൻ എടുത്തിട്ടുണ്ട്. സത്യത്തിൽ റജബിലും ശഅബാനിലും ബർക്കത്ത് ഉണ്ടാവണം. എന്തിനാണ് റജബിലും ശഅബാനിലും ബർക്കത്ത്? അതോടുകൂടി റമദാൻ വലിയ ആഫിയത്തോടെ ഗഫ്ലത്തില്ലാതെ മറ്റ് വസ്തുക്കളിൽ സമയം ചെലവഴിക്കാതെ പൂർണ്ണമായി റമദാൻ എന്റെ ആഖിറത്തിന് വേണ്ടി ചെലവാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. അതുകൊണ്ട് അല്ലാഹുവേ എനിക്ക് റജബിലും ശഅബാനിലും ബർക്കത്തില്ല. അതുകൊണ്ട് റമദാൻ വരികയാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ അവസ്ഥയാണ്. സന്തോഷകരമായ അവസ്ഥ, പാപങ്ങൾ പൊറുപ്പിക്കാനായി, അല്ലാഹുവുമായി അടുക്കാനായി, നന്മകളിൽ അധികരിപ്പിക്കാനായി. എത്ര വലിയ കരുണ! ശൈത്താനെ അല്ലാഹു ചങ്ങലക്കിടൽ. കാരണം എങ്ങനെങ്കിലും പാസ്സാക്കി വിടണം, അടിമകൾ എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് നശിപ്പിക്കാനുള്ള ശൈത്താനെ വരെ ചങ്ങലക്കിട്ട് തരാൻ. എന്നിട്ടും ഒരു അടിമ റമദാനിന് ഖദർ കാണിച്ചിട്ടില്ലെങ്കിൽ ആ അടിമ എത്ര വലിയ നഷ്ടവാളിയാണ്, ഏറ്റവും വലിയ മഹ്റൂം. പിന്നെ
അവനായിരിക്കും. റമദാൻ വന്നിട്ട് അതിനോട് ഖദർ കാണിക്കാത്തവൻ, അതിൽ അള്ളാഹുമായി അടുക്കാത്തവൻ, അവൻ ഏറ്റവും വലിയ മഹ്റൂമാണ്. അതുകൊണ്ട് അള്ളാഹു തആല ശൈത്താന്മാരെ വരെ ബന്ധിപ്പിച്ചില്ല, മുഷ്കി കാണിക്കുന്നു, എന്നിട്ടെങ്കിലും എന്റെ അടിമകൾ രക്ഷപ്പെടട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹന്മാരെ, നമ്മൾ റമദാനിന്റെ തൊട്ടു മുമ്പിലാണുള്ളത്. അതുകൊണ്ട് ഒരു മുഅ്മിൻ അവൻ ഏറ്റവും വലിയ, സത്യത്തിൽ റമദാൻ വന്നിട്ട് അവസാനമാകുമ്പോഴേക്കും പാപങ്ങളൊക്കെ പുറത്തിട്ട് പോവുക അതല്ല. ആളുകൾ വിചാരിക്കും എന്തായാലും 26-ന് ഉസ്താദ് പള്ളിയിൽ നിന്ന് തോപ ഉണ്ടാവും, ആ തോപയോടുകൂടി എല്ലാം ഫുള്ള് ഫിനിഷ് ആയി, 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ തുറന്നും ചെയ്യാം. അതിലാൾക്കാരില്ല. എന്നാൽ കഴിഞ്ഞ് പിന്നെ പെരുന്നാള് ആകെ 3 ദിവസം ഉണ്ടാവും. അല്ല സ്വർണ്ണ, റമദാൻ വരുമ്പം ഷഹ്റുൻ മുബാറക്കാണ്, മുബാറക്കായ മാസം. റമദാൻ ഷരീഫ് എന്നാണ് പറയുന്നത്, പരിശുദ്ധമായ മാസമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അടിമകൾ, വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ പരിശുദ്ധവാന്മാരായി റമദാനിനെ വരവേൽക്കണം. റമദാനിന് മുമ്പ് തൗബ ചെയ്യണം. വിശ്വനെ ഒരു ഇത്ര മാസം 10-11 മാസം ഗഫലത്തിൽ കഴിഞ്ഞു പോയി, അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ റമദാനിന് മുമ്പ് തൗബ ചെയ്ത് പരിശുദ്ധവാന്മാരായി റമദാന്റെ ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെട്ടു പോയി. ആ നിലയിൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തവരായി റമദാനെ വരവേൽക്കണം. ഒരു മുഅ്മിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം, ഏറ്റവും വലിയ സമ്പാദ്യം. അതുകൊണ്ടാണ് റമദാനിൽ എത്തിക്കണേ എന്നുള്ളത്. അതുകൊണ്ട് സാധാരണ സ്നേഹന്മാരെ, റമദാൻ ഇതാ വരാൻ വേണ്ടി പോവാണ്. നമ്മൾ നമ്മുടെ ഗഫ്ലത്തുകളിൽ നിന്ന്, നമ്മളുടെ അശ്രദ്ധകളിൽ നിന്ന് മാറി അള്ളാഹുവിലേക്ക് അടുക്കുകയും അള്ളാഹുവിനെ തൗബ ചെയ്യുകയും പരിശുദ്ധമായ റമദാനിൽ പരിശുദ്ധവാന്മാരായി പ്രവേശിക്കുകയും ചെയ്യും. പരിശുദ്ധവാന്മാരായി പ്രവേശിക്കും. അതുകൊണ്ട് ഈ മാസത്തെ റമദാനിനെ ഏറ്റവും ഖൈറിന്റെ വഴിയിൽ ചെലവഴിക്കണം. നമ്മൾ ആലോചിക്കണം, 11 മാസം അധ്വാനിക്കുന്നുണ്ട്, 11 മാസം അധ്വാനിക്കണം. ഒരു മാസം നമുക്ക് അധ്വാനിക്കാതെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന സമയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ആലോചിക്കണം. ഒരു സമയം കഴിഞ്ഞ റമദാൻ നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞു കിടന്നത്. മാസങ്ങളോളം ഒരു പണിക്കും ആൾക്കാർ പോയിട്ടില്ല, ഒരു പണിക്കും പോയി. പക്ഷെ എല്ലാവരും അള്ളാഹു ഭക്ഷിപ്പിച്ചു, വളരെ റാഹത്തായി ഭക്ഷിപ്പിച്ചു. സത്യത്തിൽ എനിക്കും നിങ്ങൾക്കും ഗുണപാഠമായിരുന്നു അത്. റിസ്ക് അള്ളാഹു ഏറ്റെടുത്തതാണ്. റിസ്കിന്റെ ഉത്തരവാദിത്വം അള്ളാഹുള്ളതാണ്, വേറെ ആർക്കുമല്ല. ഒരടിമനെ എന്ത് ഭക്ഷിപ്പിക്കണം, എന്താണ് അവൻ കഴിക്കേണ്ടത്, ഇത് അള്ളാഹു തീരുമാനിക്കാൻ. യാദൃച്ഛികമല്ലതൊന്നും, ഇതൊക്കെ തീരുമാനങ്ങളാണ്, യാദൃച്ഛികമല്ല. റിസ്ക് അള്ളാഹു അവന്റെ നിയന്ത്രണത്തിൽ വെച്ചതാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മളെ ബുദ്ധിക്ക് ഒരിക്കലും മനസ്സിലാവാത്ത രീതിയിലാണ് അള്ളാഹുവിന്റെ ക്രമീകരണങ്ങളും തർത്തീബുകളും. എന്തിന്? അള്ളാഹുവിനെ മനസ്സിലാക്കാനായി. ഒരു കാലത്ത് നമ്മുടെ നാടുകളിൽ സമ്പാദ്യ മാർഗം, അല്ലെങ്കിൽ വരുമാന മാർഗം, അല്ലെങ്കിൽ ഒരാളുടെ ഭൗതികമായ സമ്പത്തിന്റെ, അയാളുടെ ആസ്തി കണക്കാക്കൽ അയാളുടെ കൃഷിയും അയാളുടെ വസ്തുക്കളും വെച്ചിട്ടായിരുന്നു. അയാൾക്ക് എത്ര നെല്ല് കൊയ്യാനുണ്ട്, എത്ര കാളകളുണ്ട്, നീണ്ട ആലകൾ, വലിയ വലിയ വൈക്കോൽ കൂനകൾ, അതൊക്കെ ഉണ്ടെങ്കിൽ അയാൾ സമ്പന്നനായി, ജമ്മിയായി. അയാളെ വീട്ടിൽ പണിയെടുത്തിട്ടായിരുന്നു ആൾക്കാർ ജീവിച്ചിരുന്നത്. അവിടുത്തെ നെല്ല്, അവിടുത്തെ അരി, അതായിരുന്നു ആളുകളുടെ ഉപജീവനം. ഇന്ന് അവസ്ഥ മാറി, കൃഷി വളരെ കുറഞ്ഞു. കൃഷി ചെയ്യുന്ന ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാരാണ്. ബാക്കിയുള്ളതൊക്കെ ബിൽഡിങ്ങുകളായി, വേറെ പലതുമായി. പക്ഷെ അന്ന് അരി വലിയ കരിഞ്ചന്തൊക്കെ കഴിഞ്ഞു, ബ്ലാക്ക് ഒരു ചാക്കരിയൊക്കെ വെച്ചാൽ അയാളെ പിടിച്ചുകൊണ്ടോണ അവസ്ഥ. ഇന്ന് കൃഷി കുറഞ്ഞു, അരി കൂടി. കൃഷി കുറഞ്ഞു, അരി കൂടി. എല്ലാ സ്ഥലത്തും അരി. ചെറിയ ഗ്രാമങ്ങളിൽ വരെ മന്തിന്റെ അരി കിട്ടും. മുമ്പെപ്പോഴേക്ക് പെരുന്നാളിനൊക്കെയാണ് നെയ്ച്ചോറ്, ബിരിയാണി ഒക്കെ ഉണ്ടായത്. ഇന്ന് സാദാ ചോറിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. മദ്രസകളിലെ, യതീംഖാനയിലൊക്കെ കുട്ടികളെ ദുആ എന്താണ് പറഞ്ഞത്? സാദാ ചോറ് വരട്ടെ. ഫുൾ എല്ലാവർക്കും ഭക്ഷണം. മുമ്പ് വർഷത്തിൽ എപ്പോഴെങ്കിലും പോയിട്ടായാലും 6 മാസത്തിലൊക്കെ ഒരു പോയി. ഇപ്പൊ എന്നും കോഴിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. സമയം റിസ്ക് ആരല്ല ഉള്ളത്. മുമ്പ് വീടുകളിലൊക്കെ കോഴിനെ വളർത്താറുണ്ടായിരുന്നു. ഇപ്പൊ കോഴിയൊന്നും വീടുകളിൽ ആളുകൾ വളർത്തുന്നില്ല.
അന്നെല്ലാവരും കൃഷി ചെയ്യാറുണ്ടായിരുന്നു, ഒന്നാരും കൃഷി ചെയ്യില്ല, പക്ഷെ ഭക്ഷണം സുലഭാക്കി. ആരാണ് ഇതിന്റെ ഉടമസ്ഥൻ? വഫിസ്സമായി റിസ്ഖുകും വമാ തുഅദൂൻ ഫവറബ്ബിസ്സമായി വൽ അർദ് ഇന്നഹു ലഹഖ്ഖുൻ മിസ്ല മാ അന്നകും തൻതിഖൂൻ. ഖുർആൻ. വഫിസ്സമായി റിസ്ഖുകും, നിങ്ങളുടെ റിസ്ക് ഭൂമിയിലല്ല, നിങ്ങളുടെ റിസ്ക് എവിടെയാണ്? ഏതാൾക്കും അർത്ഥം അറിയുന്നതാണ്. വഫിസ്സമാ, ആകാശത്തിലാണ്. റിസ്ഖുകും, നിങ്ങളുടെ റിസ്ക്. ഖുർആൻ. വഫിസ്സമായി റിസ്ഖുകും, നിങ്ങളുടെ റിസ്ക് ആകാശത്തിലാണ്. വഫിസ്സമായി റിസ്ഖുകും വമാ തുഅദൂൻ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടതൊക്കെ ആകാശത്തിലാണുള്ളത്. ഫവറബ്ബിസ്സമായി വൽ അർദ്, ഈ പറഞ്ഞ കാര്യം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, നമ്മൾ ശങ്കിക്കും. നമ്മൾ ഭൂമിയിൽ നിന്നാണ് ഇതൊക്കെ കാണുന്നത്. നെൽകൃഷി, ഗോതമ്പ് ഫുള്ള് ഭൂമിയിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഇങ്ങനെ ആകാശത്തിലായി, അത് അള്ളാഹ്ക്ക് അറിയാം. അള്ളാഹു പറയണം, സത്യം ചെയ്തു പറയണം അള്ളാഹു. ഫവറബ്ബിസ്സമായി വൽ അർദ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും റബ്ബ് തന്നെയാണ് സത്യം. ആര് പറയാണ്? ആ റബ്ബ് തന്നെ പറയണം. ഫവറബ്ബിസ്സമായി വൽ അർദ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും റബ്ബ് തന്നെയാണ് സത്യം. ഇന്നഹു ലഹഖ്ഖുൻ, ഇത് തീർച്ച ഹക്കാണ്, നിങ്ങൾക്ക് സംശയം വേണ്ട. മിസ്ല മാ അന്നകും തൻതിഖൂൻ, നിങ്ങൾ സംസാരിക്കുന്നത് എപ്രകാരം സത്യമാണോ അപ്രകാരം സത്യമാണ്. നമ്മൾ സംസാരിക്കുന്നത് സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മണിക്കൂറുകൾ നമ്മൾ സംസാരിക്കും. എവിടുന്നാണ് ആ സംസാരം വരുന്നത് എന്ന് ആർക്കും അറിയില്ല. എവിടുന്നാണ് അത് വരുന്നത്? തലേന്നാണോ? എവിടുന്ന് വരുന്നത്? അതിന്റെ കാഫ്, അതിന്റെ ലാമും മീനും ഒക്കെ എവിടുന്ന വരുന്നത്? ആരത് കൊണ്ടുവരുന്നത്? പഴയ കാലത്തൊക്കെ അച്ചു നിരത്തലായിരുന്നു പ്രിന്റ് ചെയ്യാൻ വേണ്ടിട്ട്. കാ മാ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഇത് എത്ര കാ കൊണ്ടുവരണം, എത്ര മാ കൊണ്ടുവരണം, ഒന്നും വേണ്ട. വീട്ടിൽ നിന്ന് അള്ളാ ഇംഗ്ലീഷിന്റെ അച്ചെടുത്തിട്ടില്ല, അവിടെ ഇനി പവ് പറയാൻ പറ്റില്ല, ഒന്നുമില്ല. മലയാളം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഇംഗ്ലീഷ്, അതിന്റെ കൂട്ടത്തിൽ തന്നെ തമിഴ്. മൂവാറ്റുപുഴ പേട്ടയിലൊക്കെ ചെന്നാല് മലയാളം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ അപ്പം തന്നെ വേറെ ആളോട് എന്ത് പറയുണ്ടാവും? തമിഴ് പറയുണ്ടാവും. നമ്മളോട് മലയാളം, ഓരോട് തമിഴ് ഒക്കെ ഫുള്ള് അച്ചു നിരത്തില്ല ഒരു പരിപാടി. ഇതിങ്ങനെ വരികയാണ്. എവിടുന്ന വരുന്നത് തന്നെയാണ് അള്ളാഹു പറഞ്ഞത്. ഇത് വരുന്നത് എവിടുന്ന നിങ്ങൾക്ക് അറിയില്ല. ഇതുപോലെ നിങ്ങൾ റിസ്ക് വരുന്നത് നിങ്ങൾക്ക് അറിയില്ല. ഫവറബ്ബിസ്സമായി വൽ അർദ് ഇന്നഹു ലഹഖ്ഖുൻ മിസ്ല മാ അന്നകും തൻതിഖൂൻ, നിങ്ങൾ സംസാരിക്കുന്നത് സത്യമായതുപോലെ റിസ്കും ആകാശത്തിലാണ്. അള്ളാഹു സത്യം ചെയ്തു. ഫവറബ്ബിസ്സമായി വൽ അർദ്, ആകാശത്തിന്റെ ഭൂമിയുടെ റബ്ബ് തന്നെയാണ് സത്യം. ഇന്നഹു ലഹഖ്ഖുൻ, തീർച്ച ഹക്കാണ്, നിങ്ങളുടെ റിസ്ക് ആകാശത്തിലാണ്. സർവരെ റിസ്ക് ആകാശത്തിലാണ് ഉള്ളത്. മനുഷ്യരാകെ ഭയപ്പെടുന്ന റിസ്ക്കാണ്. മനുഷ്യരാകെ ഭയപ്പെടുന്ന റിസ്ക് എന്റെ കാര്യം എന്താവും എന്നാണ്. ആകാശത്തിന്റെ ഉടമസ്ഥനെ ഒരാൾ സ്വന്തമാക്കിയാൽ അയാളെ റിസ്കിന്റെ കാര്യം അയാൾക്ക് എളുപ്പമാവും. പിന്നെ കച്ചവടം, കൃഷി, പല മക്കൾ എഴുതുന്നുണ്ട് തഖ്വയുടെ അസ്ബാബ്, റിസ്കിന്റെ അസ്ബാബ് തഖ്വയാണെന്ന്. റിസ്ക് കിട്ടാനുള്ള വഴി നമ്മൾ സാധാരണ ജോലി, അത് ഇത് എന്നൊക്കെയാണ് റിസ്കിന്റെ അസ്ബാബായിട്ട് നമ്മൾ പറയും. സത്യത്തിൽ റിസ്കിന്റെ അസ്ബാബ് ഉലമാക്കൾ എഴുതുന്നത് തഖ്വയാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കുക പോലും ചെയ്യാത്ത നിലയിൽ അവന് ഉപജീവനം നൽകും. തഖ്വ ഉണ്ടായാൽ മതി. നമ്മൾ സാധാരണ നമ്മളെ പോലത്തെ ആളുകൾക്ക് മനസ്സിലാവും, മാഷാ അല്ലാഹ് നല്ല ബയാനാണ് ഇന്നത്തെ, ഒരു പണിക്കൂലി ഇല്ലേ, പണിക്ക് പോലില്ല. ആളുകളൊക്കെ വരാൻ കഴിയോ, ജമാഅത്ത് പോയോടുകൂടി ഒരു പണിക്കും. ഇപ്പൊ അങ്ങനത്തെ ആൾക്ക് ഇങ്ങനത്തെ ബയാനും കൂടി കിട്ടിയാൽ റാഹത്തായി. തത്വം ഉണ്ടാക്കിയാൽ മതി. റിസ്ക് സത്യം തന്നെയാണ്, അതിൽ സംശയമില്ല. റിസ്കിന്റെ സബബ് തഖ്വയാണ്. പിന്നെ കച്ചവടം, കൃഷി, ഉദ്യോഗം എന്താണ്? അത് തഖ്വ ഉണ്ടോ എന്നുള്ളതിന്റെ പരീക്ഷിക്കാനുള്ള ഒരു സാധനമാണ്. അതിലൂടെയാണ് ഇയാളെ തഖ്വ അറിയാം. കച്ചവടക്കാരൻ സത്യസന്ധനാണോ എന്നൊക്കെ അവൻ പരിശോധിക്കുക. കച്ചവടം തഖ്വയെ അളക്കാനുള്ളതാണ്. കൃഷി തഖ്വയെ അളക്കാനുള്ളതാണ്. കൂലിപ്പണി തഖ്വയെ അളക്കാനുള്ളതാണ്. മുതലാളിനോടുള്ള സമയം പറഞ്ഞാൽ കൃത്യമായി ചെയ്യണ്ടോ ഇല്ലേ? റിസ്ക് ആകാശത്തിലാണ്. ഒരു സാധാരണ ഒരു മുഅ്മിൻ അവൻ ഒരവസ്ഥയിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരവസ്ഥയിലും ഭയപ്പെടേണ്ട ആവശ്യം. ഭൂമി ചെമ്പിൻ്റെതായി, ആകാശം ഇരുമ്പിൻ്റെതായി. എന്നിട്ടൊരാൾ ആലോചിക്കുകയാണ് എന്റെ റിസ്കിന്റെ കാര്യം എന്താവും എന്ന് ആലോചിച്ചാൽ അവനിൽ നിഫാഖ് ഉണ്ട് എന്നാണ്. കാരണം ഭൂമിയിലും ആകാശത്തിലാണ് വിശ്വസിച്ചിരിക്കുന്നത്.
സാധാരണ ഭൂമി ചെമ്പാണ്, ഒരു സാധനം മുകളിലേക്ക് വരൂല, മുളക്കൂല. പക്ഷെ പ്രശ്നമില്ല, അള്ളാഹ് വഞ്ചിപ്പിക്കാൻ ഒരു പണിയില്ല. കഴിഞ്ഞ വർഷം നമ്മളെ ശരിക്കും അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 5-8 മാസം ആൾക്കാർ പണിക്ക് പോയിട്ടില്ല. പക്ഷെ ആൾക്കാർ ഭക്ഷണം തിന്നു. വീട്ടിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കിയത് ആ മാസങ്ങളിലാണ്. കുട്ടികളെ കുപ്പായം കൊള്ളാതായി, ഫുള്ള് ഭക്ഷണമൊക്കെ കയ്യിൽ തടിച്ച കുട്ടികളായി. മദ്രസയിലൊക്കെ രണ്ടാമത് ജുബ്ബ അടിക്കാൻ വേണ്ടി അളവ് കൊടുത്തു, സമയം കൊടുത്തു. എന്തിന്? കാരണം പഴയ കുപ്പായൊന്നും കൊള്ളാതായി. അങ്ങനെ വീട്ടിലിരുന്ന് ഉഷാറായി എല്ലാവരും ഭക്ഷണം കഴിച്ചു. ആരും ഒരു പണിക്കും പോയിട്ടില്ല. അള്ളാഹു അവന്റെ ഉത്തരവാദിത്തം കൃത്യമായി പൂർത്തിയാക്കും. ഇന്നും എന്നും അള്ളാഹുവാണ്. അതുകൊണ്ട് മുഅ്മിൻ അവനൊരു ഭയം ഉണ്ടാവില്ല. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഇല്ലാത്ത ആളിന്ന് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ഈമാൻ പറയുമ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടാവും. ഫുൾ പവർ ഈമാനിലാണെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ട്. സാധാരണ മുഅ്മിന് ഭയപ്പെടാനായി ഒന്നുമില്ല. മുഅ്മിൻ എന്താ ഭയപ്പെടേണ്ട ആവശ്യം? അവൻ അള്ളാഹുവിന്റെ അടിമയാണ്. അവന്റെ മുഴുവൻ സംരക്ഷണം ആരേറ്റതാണ്? അള്ളാഹു ഏറ്റതാണ്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഭയപ്പെടാനില്ല. ഫുള്ള് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ മാത്രമാണ്. ലോകത്തിലെ മുഴുവൻ മനുഷ്യരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനത്തിന്റെ പിന്നിൽ ഹസ്രത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. നബി സാസങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോനെ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ നിനക്ക് ചില കലിമത്തുകൾ പഠിപ്പിച്ചു തരട്ടെ. അലാ ഉഅല്ലിമുക, ഞാൻ നിനക്ക് ചില കലിമത്തുകൾ പഠിപ്പിച്ചു തരട്ടെ. ഇഹ്ഫദില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഇഹ്ഫദുക, അവൻ നിന്നെ സൂക്ഷിക്കും എന്ന് തുടങ്ങുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഴുവൻ മനുഷ്യരും മുഴുവൻ ജിന്നുകളും നിങ്ങളുടെ മുൻഗാമികൾ, അവ്വലക്കും ആഖിറക്കും ഇൻസക്കും ജിന്നക്കും, മുന്നിലുള്ള ആൾക്കാർ, ജിൻസ് മനുഷ്യരും ജിന്നുകളും എല്ലാവരും ചേർന്ന് നിനക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ വിചാരിച്ചാൽ അള്ളാഹു ആ നന്മ നിനക്ക് എഴുതിയതാണെങ്കിൽ അതവർക്ക് ചെയ്യാൻ സാധിക്കും. അഥവാ അള്ളാഹു എഴുതിയിട്ടില്ലെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരു നന്മയും ചെയ്തു തരാൻ കഴിയില്ല. നബി തങ്ങൾ സല്ലല്ലാഹു വീണ്ടും പറഞ്ഞു, ലോ അന്ന അവ്വലക്കും ആഖിറക്കും ഇൻസക്കും ജിന്നക്കും, മുഴുവൻ ജിന്നുകളും മനുഷ്യരും എല്ലാവരും ചേർന്ന് നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ ഉപദ്രവം അല്ലാഹു തആല എഴുതിയിട്ടില്ലെങ്കിൽ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കും. സർവ്വ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്റെ വിശ്വാസം? എന്റെ അല്ലാഹുവാണ് മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത്. അവന്റെ കയ്യിലാണ് മുഴുവൻ നിയന്ത്രണങ്ങളുള്ളത്. വസ്തുക്കൾ അവന്റെ കയ്യിലാണ് ഉള്ളത്. അതുകൊണ്ട് അവസ്ഥകളിൽ മുഅ്മിന് ഒരു ഭയം ഉണ്ടാവില്ല. സഹാബാക്കളുടെ താരീഖ് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓരോ അവസ്ഥയിലും പതറിയിട്ടില്ല. രാജാക്കന്മാരുടെ മുമ്പിലാണ് അവർക്കൊരു പതർച്ചയില്ല. തിളക്കുന്ന എണ്ണച്ചട്ടിയുടെ മുന്നിൽ അതും അവർക്ക് പതർച്ചയില്ല, ഒരു ഭയവുമില്ല. കാരണം അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ, അള്ളാഹുവാണ് എന്നെ സഹായിക്കേണ്ടവൻ, എന്നെ രക്ഷപ്പെടുത്തേണ്ടവൻ അള്ളാഹുവാണ്. എന്റെ കാര്യങ്ങളിൽ എല്ലാ ഹൈറുകളുടെ വഴി തുറന്നിരുന്നവൻ അള്ളാഹുവാണ്. ഇത് സഹാബാക്കളുടെ യഖീനായിരുന്നു, മുഅ്മിനീങ്ങളുടെ യഖീനാണ്. അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തുന്നത്. മനുഷ്യർ അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ള യഖീനിൽ എത്തിയാൽ പിന്നെ മനുഷ്യർക്ക് വലിയ സമാധാനമായി, വലിയ സ്വസ്ഥതയായി, വലിയ സമാധാനം ഉണ്ടാവും, വലിയ സ്വസ്ഥത ഉണ്ടാവും. ഈമാനുള്ളവർ അവരെന്തായാലും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അത് ജീവിക്കലായാലും ശരി മരിക്കലായാലും ശരി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുക, അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് മരിക്കുക. അതുകൊണ്ട് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. എന്ത് സംഭവിച്ചാലും അവർക്ക് കുഴപ്പമില്ല. ഇവരോറച്ച ഈമാനിലാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ യാത്രയിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയത് അത് ഇസ്രാ ആണ്. അവിടുന്ന് മിഅ്റാജിന് വേണ്ടി പോവാണ് ആകാശ ലോകത്ത്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല സുഗന്ധം അനുഭവിച്ചു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, എന്താണ് ഈ സുഗന്ധം? നല്ല സുഗന്ധം ഉണ്ടല്ലോ.
അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു, ഫിർഔന് ഒരു അടിമ ഉണ്ടായിരുന്നു, ഒരു അടിമ സ്ത്രീ, ഫിർഔന് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെയും അവരുടെ കുഞ്ഞുങ്ങളുടെയും ഖബറിൽ നിന്നാണ് അത്. ആ സംഭവം വിവരിച്ചു കൊടുത്തു. ഫിർഔന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്ന ഒരു സ്ത്രീ, അവർക്ക് കുട്ടികളുണ്ട്, 2 കുട്ടികളുണ്ടായിരുന്നു. അവർ അള്ളാഹുവിൽ വിശ്വസിച്ചു, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിച്ചു. ഫിർഔന്റെ കൊട്ടാരത്തിൽ താമസിക്കാൻ അവസാനം അത് പിടിക്കപ്പെട്ടു. ഫിർഔന് വലിയ ദേഷ്യം വന്നു. ഫിർഔൻ അവരെ കൊണ്ടുവന്നു, വലിയ ചട്ടി വെച്ച് അത് ചൂടാക്കി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇതിൽ നിങ്ങളെ പിടിച്ചിടും, നിങ്ങൾ അള്ളാഹുവിനെ വിട്ടിട്ട് ഞാൻ നിങ്ങളുടെ ഇലാഹാണെന്ന് അംഗീകരിച്ചാൽ നിങ്ങളെ വിടാന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ഇല്ല, അങ്ങനല്ല, എന്റെ അള്ളാഹു, എന്റെ രക്ഷിതാവ്, എന്റെ ഇലാഹ് എന്റെ അള്ളാഹു മാത്രമാണ്, ഒരു മാറ്റം ഇല്ലെന്ന് പറഞ്ഞപ്പം അവരോട് ആ ചെറിയ കുട്ടീനെ, ഫസ്റ്റ് കുട്ടി, അതിനെ പിടിച്ച് ആ ചട്ടിയിലേക്ക് ഉമ്മന്റെയും ആ ചെറിയ കുഞ്ഞിന്റെ മുന്നിൽ അത് വെന്തുരുക്കി. രണ്ടാമത് മാറിൽ നിന്ന് പാലൊടിക്കുന്ന ചെറിയ കുട്ടിയാണ്, അതിനെ പിടിച്ചു, അതിനാ ചട്ടിയിൽ. അപ്പോഴും ആ സ്ത്രീ പതറിയില്ല. ആ ചട്ടിയിൽ നിന്ന് ആ കുട്ടി പറഞ്ഞു, സ്പിരി, ഉമ്മ ക്ഷമിച്ചോളി, സ്വർഗമാണ്. ഒലമക്കൾ എഴുതുന്നുണ്ട്, ആകെ ചെറിയ കൈക്കുഞ്ഞുങ്ങൾ സംസാരിച്ചത് ഒന്ന് ഈസ അലൈഹിസ്സലാമാണ്, മറ്റൊന്ന് ജുറൈജിന്റെ ആ കുട്ടിയാണ്, ഒന്ന് ഈ കുട്ടിയാണ്. ഈ കുട്ടി സംസാരിച്ചപ്പെട്ട ഉമ്മ, നിങ്ങൾ ക്ഷമിച്ചോളി, സ്വർഗമാണ്. ആ സ്ത്രീനെ എടുത്തത്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ഞങ്ങളുടെ എല്ലാവരുടെയും ജനാസ ഒരു സ്ഥലത്ത് അടക്കം ചെയ്യണം. ആ സ്ത്രീനെ പിടിച്ചേൽക്കുമ്പോൾ അവരുടെ എല്ലും അവരുടെ ബാക്കി സാധനങ്ങളും ഒരു സ്ഥലത്ത് മറമാടി. അവിടുന്നാണ് അന്ന് മുതൽ തുടങ്ങിയതാണ് ആ സുഗന്ധം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. സഹോദരന്മാരെ, മുഅ്മിന് ഒരു പ്രതിസന്ധി, ഒരു പ്രയാസമില്ല. അവര് നേരത്തെ അള്ളാഹുവിലേക്ക് പോകണമെങ്കിൽ നേരത്തെ പോകണം. ആയുസ് നിർണയിച്ചതാണ്. വലികുല്ലി ഉമ്മത്തിൻ അജൽ ഫൈദാ ജാ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. എല്ലാവർക്കും നിർണിതമായ അവധിയാണ്. ഒരു മുഅ്മിൻ അവൻ ജീവിക്കുന്നതിനേക്കാൾ അവൻ ഇഷ്ടം മരിക്കലാണ്. കാരണം അവന്റെ റബ്ബിലേക്ക് പെട്ടെന്ന് ചെന്ന് ചേരാനുള്ളതാണ്, റബ്ബിലേക്ക് ചെന്ന് ചേരാനുള്ളതാണ്. ഒരു സാധാരണ അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അള്ളാഹുവിനുള്ള ഈമാൻ, ഇത് എത്രത്തോളം നമ്മുടെ ഹൃദയങ്ങളിലുണ്ടോ അത്രത്തോളം സ്വസ്ഥത ഉണ്ടാവും ജീവിതത്തിൽ. ദുനിയാവിന്റെ വസ്തുക്കളോട് എത്രത്തോളം താല്പര്യവും ആർത്തിയും അതിനോടുള്ള മഹബ്ബത്തുണ്ടോ അതനുസരിച്ച് മനുഷ്യൻ പ്രയാസത്തിലായിട്ടുണ്ടാവും. വലിയ അസ്വസ്ഥതയും വലിയ അസമാധാനമായിരിക്കും, ടെൻഷനായിരിക്കും. എന്തുകൊണ്ട്? ദുനിയാവിനോടുള്ള ഇഷ്ടം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ താല്പര്യത്തിലുണ്ട്, യൂഷിക്കുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാൽ ആഖിറതു ഇലാ ഖസ്അതിഹാ. വിശന്ന് വലഞ്ഞൊട്ടിയ ഒരു സമുദായം ഭക്ഷണത്തളികയിലേക്ക് ആർത്തിയോടെ ചാടി വീഴുന്നത് പോലെ എന്റെ ഉമ്മത്തിന്റെ മേൽ ചാടി വീഴുന്നു പറഞ്ഞു. അങ്ങനത്തെ ഒരു കാലം ഉണ്ടാവും. സഹാബാക്കൾക്ക് അത്ഭുതമായി. അവർ ചോദിച്ചു, അന്ന് ഞങ്ങൾ ആളുകൾ കുറവായിരിക്കുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ബലഹീനരായി, ആൾക്കാരൊന്നും ഇല്ലാതായി, അപ്പൊ ഞങ്ങളുടെ മേൽ ആളുകൾ ആർത്തിയോട് കൂടി ചാടി വീഴണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊന്ന് കൂടുതൽ ആൾക്കാരുണ്ടാവും, പക്ഷെ നിങ്ങളന്ന് മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന ചണ്ടികളെ പോലെയാണ്. മുകളിൽ മഴ പെയ്യുമ്പോൾ ആ മുകളിൽ നിൽക്കുന്ന ഉണങ്ങിയ ഇലകളും മറ്റൊക്കെ ചണ്ടികളായി വെള്ളത്തോടൊപ്പം ഒലിച്ചു വരുന്നത് പോലെ അങ്ങനത്തെ ചണ്ടികളായിരിക്കും നിങ്ങൾ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന്, ശത്രുക്കളെ ഹൃദയങ്ങളിൽ നിന്ന് നിങ്ങളോടുള്ള ആ ഗാംഭീര്യം അത് ഞാൻ ഒഴിവാക്കി കളയും. ശത്രുക്കളോടുള്ള ഭയം നിങ്ങളെ ഹൃദയത്തിൽ ഇട്ടു തരും. നിങ്ങൾ വലിയ പേടിയിലേക്ക് ഉണ്ടാവാം. നിങ്ങളെ പറ്റി ഒരു പേടി ഉണ്ടാവില്ല ശത്രുക്കൾക്ക്. ഇത് സ്വന്തം ഉണ്ടാവുന്നതല്ല, അള്ളാഹു പറയണം, ഞാൻ നിക്ഷേപിക്കുന്നതാണ്. ഉമ്മത്ത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തും. അതിന്റെ കാരണം എന്താണ്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഹൻ എന്നുള്ള ഒരു രോഗം ഉണ്ടാവും, ഒരവസ്ഥ ഉണ്ടാവും. സഹാബകൾ ചോദിച്ചു, ഫമൽ വഹ്നു യാ റസൂലല്ലാഹ്, വഹൻ എന്താണ്? വഹൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്.
ദുനിയാവിനോടുള്ള സ്നേഹവും മരണത്തിനോടുള്ള വെറുപ്പും. ദുനിയാവിനോടുള്ള സ്നേഹം ഉണ്ടായാൽ മതി, പിന്നെ മരണത്തോടുള്ള വെറുപ്പ് കൂടെ ഉണ്ടാവും. ഈ രണ്ട് സംഗതി ഉണ്ടായാൽ നമുക്ക് ഭയം തുടങ്ങും, നമ്മുടെ ഹൃദയത്തിൽ ഭയം വരാൻ തുടങ്ങും, നമുക്ക് ടെൻഷൻ തുടങ്ങും. പിന്നെ ഫുള്ള് മനുഷ്യൻ കണക്കൂട്ടലുകളിലേക്ക് ഉണ്ടാവുക ബേജാറിന്റെ പേര്. അങ്ങനെ വന്നാൽ ദുനിയാവിന്റെ ചെറിയ സംഗതികൾക്ക് വേണ്ടി അവന്റെ ദീനിനെ അവൻ കൈവിട്ട് കളയും. ദുനിയാവിന്റെ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ ഒഴിവാക്കാൻ തയ്യാറാവും. സാർമാർ സ്നേഹന്മാരെ, ഹൃദയത്തിന്റെ ഉള്ളിൽ ദുനിയാവിനോടുള്ള മഹബത്ത് വന്നാൽ ടെൻഷൻ തുടങ്ങും, ബേജാറും വെപ്രാളവും തുടങ്ങും, പിന്നെ മരണം പേടിയാവും. അപ്പൊ ദുനിയാവ് സംരക്ഷിക്കാൻ വേണ്ടി ദീൻ കൈവിടും. സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവർ അള്ളാഹുവിനോടുള്ള മഹബത്തിന്റെ പേരിൽ, ദീനിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ അവർക്ക് എന്ത് ഒഴിവാക്കൽ എളുപ്പമായി. സഹാബാക്കൾ അവരുടെ ദുനിയാവിന്റെ അവസ്ഥ പ്രശ്നമില്ല, കാരണം അതൊന്നും ഒരിക്കലും വിഷയമല്ല. ആളുകൾ വലിയ വെപ്രാളത്തിലാണ്. ഓരോ സംഗതി വരുമ്പോഴും വലിയ വലിയ ചർച്ചകളാണ്. എന്നും ഈമാനിന് ബലക്ഷയം ഉണ്ടാവുന്ന ചർച്ചകളാണ് നാടുകളിലും കവലകളിലും കമ്പോളങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈമാനിന് ബലഹീനത നമ്മളും അറിയാതെ അതിൽ കൊണ്ടുപോകും. ആളുകളെ വഴി തിരിച്ചുവിടേണ്ട ആൾക്കാർ നമ്മളാണ്. അത് ചർച്ചയിൽ നിന്ന് ആളുകൾ വലിയ ബേജാറിലുള്ളത്, എന്താ ചെയ്യാന്നൊക്കെയുള്ള അവസ്ഥയിലുള്ളത്. എന്ത് ചെയ്യാം, ഒന്നും ചെയ്യാനില്ല. ഉടമസ്ഥാവകാശം എപ്പോഴും ആരുടെ കയ്യിലാണ്? ആരെയില്ല വഴി ഉറങ്ങുന്നവരോടും ചോദിച്ചു, ഫുൾ അള്ളാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ആളുകൾ വലിയ വെപ്രാളത്തിലാണ്, വലിയ ടെൻഷൻ. അങ്ങനെ ആയാൽ ഇങ്ങനെ ആവും, ഇങ്ങനെ ആയാൽ അങ്ങനെയാവും, അങ്ങനെ എങ്ങനെയായാൽ പിന്നെ എങ്ങനെ ആവും? ആള് ഫുൾ ടെൻഷനാണ്. മൂമിൻ അവൻ എത്ര ആരാണ്. നിബിധന ശാസ്ത്രങ്ങൾ പറയുന്നത് ഖിയാമത്ത് നാൾ നാളെയാണെന്ന് അറിഞ്ഞാൽ ഒരു മൂമിൻ ഇന്ന് തെങ്ങും. വേറെ പ്രശ്നമൊന്നുമില്ല, വരുമ്പോ നോക്കാം. ഏത് ഖിയാമത്താണ് റെഡിയാണ്, ഫുള്ള് പേപ്പറൊക്കെ റെഡിയാണ്. പുതിയ 4 രജിസ്ട്രേഷൻ വണ്ടി ഇറക്കിയതാണ്, ഫുൾ പേപ്പർ റെഡിയാണ്. പോലീസുകാരെ ചെക്കിങ് ഉണ്ടെങ്കിൽ ഹോട്ടൽ തന്നെ ഭയങ്കര രസത്തില്. പോലീസുകാരൊക്കെ ഇങ്ങനെ നോക്കിയില്ല പോലെ എന്താ ചോദിക്കാത്തത്. പോലീസുകാർക്കാരായി ഈ വണ്ടി കൈയാട്ടിട്ട് കാര്യമില്ല, അവർക്ക് നമ്പർ ഉണ്ടാക്കുക, അത് പുതിയ വണ്ടിയാണ്. പിന്നെ എല്ലാ പേപ്പറും എന്തായിരിക്കും എന്റെ നോട്ടൊക്കെ അതാണ്. നേരെ കുറച്ച് പേപ്പർ ഇല്ലാത്തവരോ ടെലിഫോണിന്റെ ആ ലൈനൊക്കെ റെഡിയാക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ഇതിൽ കാക്കിയ അല്ല, ഈ ഇലക്ട്രിസിറ്റിന്റെ ആ കമ്പൊക്കെ വെട്ടാൻ വരുന്ന ആൾക്കാരില്ലേ, കാക്കി ഡ്രസ്സൊക്കെ ഉണ്ട്. ആ കാക്കി ഉണ്ടാവരെ വഴി മാറിപ്പോ പോലീസാന്ന് വിചാരിച്ചു. കാരണം അവരുടെ ഒരു പേപ്പറും മൂമിൻ അവർക്കൊരു ബേജാറില്ല, ഫുൾ പേപ്പർ റെഡിയാണ്. ഇനി മരിച്ചാൽ മതി, ഇനി മരിച്ചാൽ മതി, ഒരു ബേജാറുമില്ല. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു റോമിലേക്ക് ഒരു സൈന്യം കൊണ്ട് പോകുമ്പോൾ അദ്ദേഹം അവർക്ക് എഴുതിയതായിരുന്നു, ഞാനൊരു സംഘം ആൾക്കാരായിട്ടാണ് വരുന്നത്. അവർ അനറബികൾ മദ്യത്തെ ഇഷ്ടപ്പെട്ടതുപോലെ മരണത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കൊണ്ടാണ് വരുന്നത്. ഒരു മരിക്കാൻ വേണ്ടി ഒരു സമുദായം വന്നാൽ അവരോട് എന്താ ചെയ്യാൻ കഴിയും? ഒരാൾക്കും നേരിടാൻ കഴിയില്ല, വരുന്ന തന്നെ മരിക്കാനാണ്. സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കുടുംബക്കാർ കുർദികൾ കുറച്ച് ആൾക്കാരുണ്ട്, അവരെ തയ്യാറാക്കി, അള്ളാഹുവിന് വേണ്ടി തയ്യാറാക്കി. അപ്പൊ അവർക്ക് ജീവിക്കലും മരിക്കലൊക്കെ സമായി. അള്ളാഹു തആല ആ ചെറു സംഘത്തിന്റെ മേൽ ബൈത്തുൽ മുഖദ്ദസിനെ കൊടുത്തു. സാൽമാൻ സ്നേഹമാരെ, ദുനിയാവിനോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ കയറിയാൽ പിന്നെ നമുക്ക് വലിയ പ്രയാസമായിരുന്നു. പിന്നെ മരണം മടിയോ മരിക്കൽ വെറുപ്പോ, കുറച്ചും കൂടി ജീവിക്കണം തോന്നും, ബിൽഡിംഗ് ഉണ്ടാക്കിക്കൊണ്ടേക്കുള്ളത് തേക്കണം എന്ന് തോന്നും, ഞാൻ വാടക കൊടുക്കണം തോന്നുന്നു, വാടക വാങ്ങണം എന്ന് തോന്നും. ഇങ്ങനെ കുറെ പരിപാടികൾ ഉണ്ടാവും. ഇങ്ങനെ ഓരോ സംഘത്തിന്റെ പിന്നിലുള്ള ദിവസം നമ്മൾ ഓടിക്കൊണ്ടിരിക്കാൻ. വഹിൻ ബാധിച്ചാൽ ഭയം കൂടും. വഹിൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിനോടുള്ള സ്നേഹം, മരണത്തോടുള്ള വെറുപ്പ്. മുഅ്മിൻ ഒരു പ്രശ്നമില്ല. ഫിറഔൻ കി ബാന്തി, ഒരിക്കലും ബേജാറുമില്ല. ജീവിക്കണതും അല്ലാഹ്, മരിക്കണതും അല്ലാഹ്. ഹുദാഫത്ത് സഹ്മി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെയും
തിളക്കുന്ന ചെമ്പിലിട്ടു എണ്ണ ഒഴിച്ചു. അദ്ദേഹത്തിന് മുന്നേ കൊണ്ടുപോയി നിർത്തി. അദ്ദേഹം കരയാൻ തുടങ്ങി. ആളുകൾ പറഞ്ഞു മനസ്സിന് മാറ്റം വന്നിട്ടുണ്ടെന്ന്. രാജാവിന്റെ അടുക്കൽ കൊണ്ടുപോയി. എന്താ അവസ്ഥ എന്ന് വെച്ചു. തീരുമാനം മാറ്റിയെന്ന് വെച്ചു. തീരുമാനം മാറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ എന്തിനാ കരഞ്ഞത് ഒരു ജീവനല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് കരഞ്ഞതാണ്. ശരീരത്തിലെ രോമങ്ങൾക്ക് സമാന റൂവുണ്ടായിരുന്നെങ്കിൽ ഒന്നിന് പിന്നാലെ ഒന്നായി മരിക്കാമായിരുന്നു. ഈ സഹാബാക്കൾ എന്താ ചെയ്യാം? സമ്പത്തുകൾക്ക് പ്രശ്നമല്ല. കനോർക്കാർക്ക് അള്ളാഹുവിന്റെ ദീൻ അതവരുടെ മുന്നിൽ ഏറ്റവും വലുതായി. സുഹൈബ് റളിയല്ലാഹു അൻഹു, സുഹൈബ് റൂമി, അദ്ദേഹം ഹിജ്റ പോകാൻ വേണ്ടി തീരുമാനിച്ചു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും ഹിജ്റ, കുറെ സഹാബാക്കൾ മുന്നേ പോയി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയതോട് കൂടി പിന്നെ മക്കയിൽ വലിയ പ്രശ്നമായി. പിന്നെ കണ്ടെയ്ൻമെന്റ് സോണായി. എവിടെ? മക്ക. ആരും വിടാതായി. കഴിഞ്ഞ മാർച്ചിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ആ ഇടവഴി കൂടി പോകാൻ പറ്റില്ല, ഇവിടെയും പോകാൻ പറ്റില്ല, എവിടെയും പോകാൻ പറ്റില്ല. പോലെന്നെ വലിയ പ്രശ്നമില്ല. ഇതേപോലെ ഒരു സ്ഥലത്ത് കൂടി ആർക്കും ഹിജ്റ പോകാൻ പറ്റാതെ ഫുൾ ലോക്ക്. കാരണം രാവിലെ മിലിറ്ററി ഇറങ്ങി. സുഹൈബ് റളിയല്ലാഹു അൻഹു പോകാൻ വേണ്ടി പല ദിവസങ്ങൾ ശ്രമിച്ചു, നടക്കില്ല. അവസാനം പിന്നെ ഇറങ്ങി. ഒരു സ്ഥലത്തെത്തിയപ്പോ കണ്ടെയ്ൻമെന്റ് സോണിന്റെ ചെക്കിങ്ങിലുള്ള ആൾക്കാർ വന്നു. മുശ്രിക്കീങ്ങൾ അവരെ പിടിക്കാൻ വേണ്ടി വന്നു. അപ്പൊ സുഹൈബ് റളിയല്ലാഹു അൻഹു ചെരിഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. വേഗം അതിന്റെ മുകളിൽ ഓടിക്കയറി. എന്നാൽ സുഹൈബ് റളിയല്ലാഹു അൻഹു ഉറക്കം പറഞ്ഞു, ഞാൻ സുഹൈബാണ് എന്ന് പറഞ്ഞു. കാരണം ആളറിയാതെ ഇനി വരണ്ടെന്ന് വിചാരിച്ചു. ഞാൻ സുഹൈബാണ്, എന്നെ നിങ്ങൾക്ക് അറിയല്ലോ. എന്റെ ആവനായിൽ എത്ര അമ്പുകളുണ്ടോ, ഒരമ്പ് പോലും പാഴാവൂല, മുഴുവൻ അമ്പുകളും നിങ്ങളെ നശിപ്പിക്കും. സുഹൈബാണെന്ന് കേട്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായിട്ടില്ലേ. സുഹൈബ് റളിയല്ലാഹു അൻഹു അമ്പെയ്ത്തിൽ ഭയങ്കര നിപുണനായിരുന്നു. മക്കയിൽ അറിയപ്പെട്ട അമ്പെയ്ത്തുകാരനായിരുന്നു. അതുകൊണ്ട് ഒരു അമ്പും പാഴാവൂല. എന്റെ ആവനായിൽ അമ്പുകൾ തീർന്നാൽ എന്നെ പിടിക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട. അദ്ദേഹത്തിന്റെ വാള് ഉയർത്തി പറഞ്ഞു, ഈ വാള് ഒടിഞ്ഞു പോകണം, എന്നാ നിങ്ങൾക്ക് എന്നെ പിടിക്കാം. അത് പറഞ്ഞപ്പോഴേക്കും അവർക്ക് ബേജാറ് തുടങ്ങി. ജീവൻ അവിടെ പോകുന്നുണ്ടോ ബേജാറായി. അവരെങ്ങനെ നിന്നു. ഒരു പിന്നെ സംസാരം തുടങ്ങി. സുഹൈബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് സംസാരിക്കണ്ടേ. അതിനിടയിൽ അവർ പറഞ്ഞു, സുഹൈബ് നീ ഒന്നുമില്ലാതെ അവിടെ വന്നതാണ്, ഇവിടുത്തെ വലിയ സമ്പാദ്യമൊക്കെ സമ്പാദിച്ചിട്ട് അതുകൊണ്ട് നീ പോവാൻ മദീനയിലേക്ക് പോവാൻ നീ വിചാരിക്കേണ്ടത് നടക്കൂല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സുഹൈബ് റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഇവർക്ക് ഞാൻ പോകണമെന്നല്ല പ്രശ്നം, പിന്നെ ഇവർക്ക് സമ്പത്താണ് പ്രശ്നം. സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് പ്രശ്നമല്ലല്ലോ. സുഹൈബ് റളിയല്ലാഹു അൻഹു എന്റെ ഫുള്ള് സമ്പത്ത് ഞാൻ തരാം, എന്നെ മദീനയിൽ എത്തുന്നവരെ സുരക്ഷിതമായി മദീനയിൽ എത്തിക്കുന്ന ഉത്തരവാദിത്വം ഞെട്ടാണ്, സമ്പത്ത് ഫുള്ള് തരാം. അവരായിക്കോട്ടെ എന്നാണ്. ഫുള്ള് സമ്പത്ത് കൊടുത്തു. അങ്ങനെ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് മൊത്തം കൊടുത്തു. ഒരു ഹിജ്റക്ക് വേണ്ടിയിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടത്തിൽ പോയി ജീവിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് കൊടുത്തു. സുഹൈബ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങനെ വരുമ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി പറഞ്ഞു, റബിഹൽ ബൈഅ റബിഹൽ ബൈഅ റബിഹൽ ബൈഅ. കച്ചവടം ഭയങ്കര ലാഭമായി, കച്ചവടം വലിയ ലാഭമായി, ലാഭകരമായ കച്ചവടമാണ് ചെയ്തത്. സഹാബക്കൾ ഞാൻ നോക്കുക, എന്ത് കച്ചവടം, ആര്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമയത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഫുൾ സംഭവം പറഞ്ഞു പോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഇറങ്ങി, വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്. സ്വന്തം നഫ്സിനെ വിൽക്കുന്ന ആൾക്കാർ അല്ലാഹുവിന് വേണ്ടി ഫുൾ സമ്പത്തും കൊടുത്തു. ആർക്ക് വേണ്ടി? അല്ലാഹുവിന് വേണ്ടി. അവർക്ക് സമ്പത്ത് അത്ര ഉണ്ടായിരുന്നു. അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഈ സാധനം കേൾച്ചില്ല. കൊടുക്കൽ ഒഴിവായി. കൊടുക്കലവർക്ക് എളുപ്പമായി. കാരണം അവർ ഹൃദയത്തിനുള്ളിൽ ഇത് കേട്ടിട്ടില്ല. ഏത് സാധനം ഹൃദയത്തിനുള്ളിൽ കയറിയിട്ടില്ല അത് ഒഴിവാക്കൽ എളുപ്പമാണ്. കർച്ചീഫ് എപ്പോഴും പുറത്തുണ്ടാവുക, എന്നാ നമ്മളെ കൂടെ ഉണ്ടാവില്ല. പോക്കറ്റിലുണ്ടാവും, കയ്യിലുണ്ടാവും കർച്ചീഫ്. എപ്പോ വേണമെങ്കിലും കർച്ചീഫ് ഒഴിവാക്കാം. പക്ഷെ ജുബ്ബ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. എന്താ കാരണം? ജുബ്ബ അയക്കാനൊക്കെ സമയമാണ്. കാരണം അത് നമ്മളെ ശരീരത്തിന്റെ ഉള്ളിൽ കയറിക്കൂടി. കർച്ചീഫ് പുറത്തെന്താ കൂടെ തന്നെ ഉണ്ടത്. സഹാബാക്കൾ ദീനിനെ കൊണ്ടുവരുന്നത് ദുനിയാവിനെ കൊണ്ടുവരുന്നത് എപ്പോ വേണമെങ്കിലും ഒഴിവാക്കാം. ഇതൊക്കെ വിഷയമല്ല. ഒരു ദുനിയാവിന്റെ വസ്തുക്കൾ അള്ളാഹുമായിട്ടായിരുന്നു അവർ ബന്ധിപ്പിച്ചിരുന്നത്. അള്ളാഹുവായിട്ടാണ് ബന്ധിപ്പിച്ചത്. നമ്മുടെ ദുനിയാവ് അതിന്റെ കൂടുതൽ കുറവ് അത് തീരുമാനിക്കുന്നതാണ് അള്ളാഹുവാണ്.
കുറെ അധ്വാനിച്ചതിന്റെ പേരിൽ ഇത് കിട്ടുന്നു നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. സഹാബാക്കൾ മൊത്തം ഹിജ്റ പോയി, കുറെ സഹാബാക്കൾ ഹിജ്റ പോയി. സത്യത്തിൽ ഹിജ്റ പോവാന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു എളുപ്പമുള്ളൊരു സംഗതി പോലെ തോന്നുന്നു. പക്ഷെ അന്ന് വലിയ ത്യാഗമൊക്കെ ചെയ്ത് സ്വന്തം നാടൊക്കെ വിട്ടിട്ട് നമ്മുടെ ഇവിടുത്തെ കേരളത്തിൽ നിന്ന് ഹിജ്റ ചെയ്യുകയാണെങ്കിൽ എവിടേക്കെങ്കിലും അല്ലാതാകട്ടെ പോവുകയാണെങ്കിൽ ഈ പള്ളിയോ നമ്മളെ ബിൽഡിങ്ങോ നമ്മളെ വീടോ നമ്മളെ റബ്ബർ തോട്ടോ നമ്മളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ആകെ കയ്യിലുള്ള സാധനം കൊണ്ട് കൊണ്ടുവരുള്ളൂ. അങ്ങനെ അവിടെയുള്ള ആളുകൾ അവിടെ കുത്തുകൂടി അലത്തേക്ക് അവസ്ഥ ഉണ്ടാവും. ഇതേപോലെ മക്കയിലുള്ള മുഴുവൻ കുറെ ആൾക്കാർ മദീനയിലേക്ക് വന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടയിൽ, അവരുടെ ഇടയിൽ, അൻസാരിന്റെയും മുഹാജിറിന്റെ ഇടയിൽ സാഹോദര്യ ബന്ധം ഉണ്ടാക്കി. ആഹാ ബൈനന, ഞങ്ങളുടെ ഇടയിൽ സാഹോദര്യ ബന്ധം ഉണ്ടാക്കി തന്നു നബി സല്ലല്ലാഹു. ഓരോ സഹാബാക്കളുടെ അവസ്ഥക്കനുസരിച്ച് ഇങ്ങനെ അവർക്ക് ആളെ ഏൽപ്പിച്ചു കൊടുത്തു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിൽ കുറച്ച് സമ്പത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിലെ നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമ്പന്നനായ ഒരാളെ ഏൽപ്പിച്ചു. അങ്ങനെ അദ്ദേഹം വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞു, അതൊക്കെ എന്റെ സമ്പത്താണ്, നിന്റെ പകുതി ഭാഗം നിങ്ങൾ എടുത്തോളിക്കുന്നു. എല്ലാ സഹാബാക്കളോടും പറഞ്ഞു. പലരും സഹാബാക്കൾക്കും അവരുടെ പകുതിയും അവരെല്ലാ കാര്യങ്ങളും കൊടുത്തു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഇപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ എല്ലാ സഹാബാക്കളും ബറാബറിലാണ്. ആണല്ലോ ഭായി, ആണല്ലേ? ഫുള്ള്. കാരണം എല്ലാരും എല്ലാം ഇട്ടിട്ടാ പോയത്, എല്ലാവരും ബറാബറിലാണത്. ഇപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഫുൾ സാധാ സഹാബാക്കളെ കൂടെ. പക്ഷെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട, ഞാൻ മാർക്കറ്റിൽ പോവാം, മാർക്കറ്റിന്റെ അവസ്ഥകളൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു, കച്ചവടം ചെയ്തു, പിന്നെ ആരെന്നെ പണക്കാരനായി. അയ്യോ, ആരായി? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിലും വലിയ സമ്പന്നനായി. കൂടെ ഇത്ര സഹാബാക്കൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഹാബാക്കൾക്ക് ഈ സംഗതിനോട്, ഈ ദുനിയാവ്, ഇത് നമ്മളെ കഴിവിൽ ഇതിങ്ങനെ കൊണ്ടുവരേണ്ട സാധനം ഇത് എപ്പോ വേണമെങ്കിലും ഒഴിവാക്കാം. കാരണം ഇത് എപ്പോ വേണമെങ്കിലും ആര് തരും? അതുകൊണ്ടാണ് അവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടൽ എളുപ്പമായത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടൽ സഹാബക്ക് എളുപ്പമായി. കാരണം അവർക്ക് അവരുടെ ദുനിയാവിനെ കാത്ത് സൂക്ഷിച്ച് കൊണ്ടിറക്കുന്ന പണിയില്ലായിരുന്നു. അവർക്ക് അവരുടെ ദീനിനെ സൂക്ഷിക്കുന്ന സംരക്ഷിക്കുന്ന പണിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ബേഫിക്കറായി, ഒരു വലിയ ധൈര്യമുള്ള ആൾക്കാരായി. ഏത് രാജാവിന്റെ മുഖത്ത് നോക്കി കാര്യം പറയാൻ അവർക്ക് ധൈര്യമായി, അവർക്ക് ഭയമില്ലാതായി, ഒരു അന്തസ്സിൽ ജീവിച്ചു. അതുകൊണ്ട് സാർമാരെ സ്ത്രീമാരെ വഹിൻ ആയി കഴിഞ്ഞാൽ അള്ളാഹു പറയാൻ, റസൂലുള്ളാഹി ശാസനങ്ങൾ പറയാണ്, അള്ളാഹു ആ മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന്, ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് ഇവരുടെ കുറിച്ചുള്ള ഭയം അള്ളാഹു എടുത്തു കളയും. ശത്രുക്കളോടുള്ള ഭയം ഇവരുടെ ഹൃദയത്തിൽ നിറച്ചു. നമുക്ക് ഈ രോഗം കയറിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ എങ്ങനെയാണ്? നമ്മളെ ബാക്കി ജീവിതത്തിന്റെ അവസ്ഥകളിൽ നിന്ന് മനസ്സിലാവും. അതുകൊണ്ട് മുമ്പിൽ നമുക്കൊരു പ്രയാസമില്ല. കാരണം ജീവിക്കണം തന്നെ, അവന്റെ ഭാര്യ, അവന്റെ കുട്ടികൾ, അവന്റെ കച്ചവടം ഒക്കെ ഉണ്ട്. പക്ഷെ അവൻ അള്ളാഹുലേക്ക് എപ്പം വിളിച്ചാലും പോകാൻ റെഡിയാണ്, എപ്പം വിളിച്ചാലും റെഡിയാണ്. സഹാബാക്കളുടെ രീതി അതായിരുന്നു. അള്ളാഹുവിലേക്ക് ചെന്ന് ചേരൽ അവരുടെ മനസ്സിന്റെ കൊതിയും ആഗ്രഹവുമായിരുന്നു. നമ്മൾ വസ്തുക്കളിൽ അധ്വാനിച്ചു, കൂടുതൽ സമയം അതിന് ചെലവാക്കി, ഫിക്ർ അത് ഫുൾ അതായപ്പോ അത് നഷ്ടപ്പെട്ടത് നമുക്ക് തീർച്ച വലിയ ഭയം ഉണ്ടാവും. അതിന്റെ പേരിൽ ആര് നമ്മൾ എന്ത് പറഞ്ഞാൽ നമ്മൾ പേടിക്കും. അങ്ങനെ ആവുന്നവരെന്ത് നമുക്ക് ബേജാറാണ്. ഇപ്പം തന്നെ ആൾക്കാരൊക്കെ എന്താ ചെയ്യാന്നുള്ള ബേജാറ് വെപ്രാളത്തിലാണ്. അള്ളാഹിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ബേജാറെങ്കിൽ പിന്നെ അള്ളാഹിനെ കുറിച്ച് പറയും കേൾക്കുകയും ചെയ്യാത്ത ആളുകൾക്ക് എങ്ങനെ ബേജാറിലായിരിക്കും? മനുഷ്യരെ സമാധാനിപ്പിക്കേണ്ട സമയം. ഒന്നും ബേജാറാവണ്ട. നമ്മളെന്താവും കാര്യങ്ങൾ നടത്തും. മനുഷ്യർ വിചാരിക്കണ പോലെ നടക്കൂല. പ്രോഗ്രാമുകൾ നടക്കൂല. പ്രോഗ്രാമുകളെ നടപ്പിലാക്കുന്നവൻ അല്ലാഹുവാണ്. ആകാശത്ത് നിന്ന് ക്രമീകരണങ്ങൾ ഉണ്ടാക്കുക, ഭൂമിക്ക് അതിന്റെ ഓർഡർ ഇടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനം അല്ലാതെ ഒന്നും നടക്കൂല. അള്ളാഹുവിന്റെ തീരുമാനം എന്തായാലും മാഷാ അല്ലാഹ് അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന ഈമാനോട് കൂടി ഒരു മനുഷ്യൻ നിൽക്കുകയാണെങ്കിൽ ഒരു ഭയം ഉണ്ടാവില്ല. മോമിന് വലിയ സമാധാനത്തിലുണ്ടാവും. മരിക്കാൻ സമയത്ത് അവരോട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തസ്തഹി
അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങൾ പേടിക്കണ്ട, വിട്ടിട്ട് പോകുന്നതിനെ കുറിച്ചുള്ള ദുഃഖമോ സങ്കടമോ അതും വേണ്ട. ഇനി വരാനിരിക്കുന്ന ജീവിതത്തിൽ എന്താ സംഭവിക്കുക അതിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടും വേണ്ട. നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളെ കൂട്ടുകാർ നമ്മളായി. മലക്കുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. സർമരെ, മലക്കുകളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞത് തന്നെ ഇതിനാണ്, മനുഷ്യന്റെ ഈമാന്റെ ശക്തിക്കാണ്. മലക്കുകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അവരൊരിക്കലും അള്ളാഹുവിനോട് എതിര് ചെയ്യാത്തവരാണ്. അവരോട് എന്ത് കൽപ്പിച്ചോ അവർ പ്രവർത്തിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് മലക്കുകൾ. അള്ളാഹുവിന്റെ മലക്കുകളുടെ സഹായം മുഅ്മിനീങ്ങളെ കൂടെ ഉണ്ടാവും. അത് ആഖിറത്തിൽ മാത്രമല്ല, നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയ. ദുനിയാവിൽ മലക്കുകൾ ഉണ്ടാവും. ദുനിയാവിൽ മലക്കുകൾ ഉണ്ടാവും. സാർമാരുടെ സ്നേഹം വരെ മുഅ്മിൻ അവനവന്റെ ദിശ, അവന്റെ ഹൃദയത്തിന്റെ ദിശ അള്ളാഹുവിലേക്ക് ആക്കി തീർക്കണം. ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്ക് ആക്കി തീർക്കണം. അതിനു വേണ്ടിയുള്ള അധ്വാനാണ് മനുഷ്യർ ഭൂമിയിൽ ചെയ്യേണ്ടത്. ആ അധ്വാനം നടന്നു. അള്ളാഹുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി, കേൾക്കാൻ തുടങ്ങി, ഈമാൻ യഖീനാവാൻ തുടങ്ങി. അല്ലാഹു തആല വസ്തുക്കൾ ഉപയോഗിക്കും. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു. നിന്റെ റബ്ബിന്റെ സൈന്യത്തെ കുറിച്ച് അല്ലാഹുവിനല്ലാതെ വേറെ ആർക്കും അറിയില്ല. അവിടെ ആ സൈന്യുണ്ട്, ഇവിടെ ഈ സൈന്യുണ്ട്, അവിടെ അങ്ങനെ ആക്കും, അവിടെ എങ്ങനെ ആക്കും. പക്ഷെ അള്ളാഹുതൊന്നും ബസ്സല്ല. അള്ളാഹുതൊന്നും ബസ്സല്ല. ആര് വലിയ വലിയ ശക്തിമാന്മാരായ ആൾക്കാർ ഞങ്ങളെക്കാൾ വലിയ ശക്തന്മാർ ആരാണുള്ളതെന്ന് ചോദിച്ചിരുന്നു. പക്ഷെ അവരെന്തായി പോയി? അവർ പണിയായി പോയി. അവരല്ലാഹു കൈകാര്യം ചെയ്തു. സർവർ അള്ളാഹ് ഒരാളെ കൈകാര്യം ചെയ്യാൻ ഒരു പ്രയാസമില്ല. ഞങ്ങളാണ് ഇവിടുത്തെ ശക്തന്മാരെന്ന് പറഞ്ഞു. ഒന്നും നടന്നില്ല. കഅന്നഹും അഅജാസു നഖലിൻ ഖാവിയ ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. ഖുർആൻ ചോദിക്കാൻ ഫഅർസൽനാ. അല്ലാഹു തആല ഖുർആൻ ശരീഫിൽ പറയുന്നത് സൂറത്ത് ഹാഖയിൽ 8 രാത്രികളും 8 അൽഹാഖതു മൽഹാഖ വമാ അദ്റാക മൽഹാഖ കദ്ദബത് സമൂദ് വആദ് ബിൽഖാരിഅ ഫഅമ്മാ സമൂദ് ഫഉഹ്ലികൂ ബിദ്ദാഖിയ വഅമ്മാ ആദ് ഫഉഹ്ലികൂ ബിരീഹിൻ സർസറിൻ ആതിയ സഖറഹാ അലൈഹിം 7 ലയാലി وثمانية أيام حسوما فترى القوم فيها صرعا كأنهم أعجاز نخل خاوية. അല്ലാഹു പറയാൻ 7 രാത്രികൾ 8 പകല് നിരന്തരമായി അടിക്കുന്ന കാറ്റ്, ശക്തമായ കാറ്റ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളതിൽ അതുണ്ട്, ഞങ്ങളതിൽ ഇതുണ്ട്, ഫുള്ള് ഞങ്ങളതിലാണ്. ഒരു കാറ്റോട് വന്നാൽ ഇടക്കിടക്ക് വരലുണ്ട്. അവിടെ ന്യൂനമർദ്ദം കൂടി ഇങ്ങോട്ട് വന്നു എന്നൊക്കെ നമ്മൾ വെറുതെ ന്യൂനമർദ്ദത്തിന് മേലൊക്കെ ഇടുന്നു. അതൊക്കെ ഫുള്ള് അയക്കാണ്. ആര്? കാറ്റ് സ്വന്തമായിട്ടൊന്നും വരൂല. കാറ്റ് വന്നു ശക്തമായ 7 രാത്രി 8 പകൽ. എന്തൊക്കെ അതിന്റെ അവസ്ഥ? കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. ഈത്തപ്പന തടികൾ ഇങ്ങനെ മറിഞ്ഞു വീഴുന്നത് പോലെ ഫുള്ള് വലിയ ഞങ്ങളാണ് ഇവിടുത്തെ ശക്തന്മാരെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ വീണിങ്ങനെ കിടക്കുകയാണ്. ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. എന്തെങ്കിലും ബാക്കിയായോ? ആരോഗ്യമാണ് എന്താ പറയാത്ത? അള്ളാഹു ചോദിക്കാൻ എന്തെങ്കിലും ബാക്കിയായോ? ഒന്നും ബാക്കിയായില്ല. ആരും പിടിച്ചിക്കുമ്പോൾ കാറ്റിന്റെ മുന്നിൽ കാറ്റാരേലുള്ളത് അള്ളാഹുവിന്റെ കയ്യിലാണ്. അതിന്റെ ഓരോ കൂട്ടനാണ് കുറക്കണോ ആരാണ്? ആളുകൾ പ്രോഗ്രാം ഉണ്ടാക്കും, പദ്ധതി ഉണ്ടാക്കും, വലിയ വലിയ പ്ലാനുകൾ ഉണ്ടാക്കും. പ്ലാൻ ഒന്നും നടപ്പിലായിക്കൊള്ളുന്നില്ല. നമ്മൾ പ്ലാൻ കണ്ടിട്ടാണ് ബേജാറാവുന്നത്. 5 സെന്റ് സ്ഥലമില്ലാത്ത ഒരാള് ഒരു 50,000 സ്ക്വയർ ഫീറ്റ് പെരന്റെ പ്ലാനൊക്കെ വരച്ച് കാണിച്ചെന്ന് നമ്മളെന്താ പറയാ? നമ്മളൊരു മാഷാ അല്ലാഹ് ഇവനെ ആള് ഭയങ്കരമായിട്ടോ, വലിയ 50,000 സ്ക്വയർ 5 സെന്റ് സ്ഥലം കൂടി ഇല്ല. ബാത്തിൽ വൈ അത് വൈക്കോൽ പോലെയാണ്, അല്ലെങ്കിൽ ബലൂണൊക്കെ പോലെയാണ്. ബലൂണൊക്കെ വലിയ വീർപ്പിച്ചിട്ട് ചാക്കിലിട്ടാൽ ആകെ 2 ബലൂൺ ഉണ്ടാകുന്ന സ്ഥലം ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു മുള്ളു കൊടുത്താല്, ഒരു സൂചന ഒരു കുത്തിയാ പിന്നെ ഒരു ചാക്കിന്റെ ആവശ്യമില്ല. ബാത്തിൽ എപ്പോഴും അങ്ങനെ ഉണ്ടാകും. പക്ഷെ ബാത്തിലൊക്കെ പേടിച്ചാൽ എന്താ ചെയ്യാം? ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാത്തിൽ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ക്ഷീമമുള്ള ആൾക്കാർക്ക് അതൊരു പ്രശ്നമില്ല. വരട്ടെ, നമ്മൾ ഉറപ്പപ്പോഴും നടപടി ഉണ്ടാക്കും. അവരെ പ്രോഗ്രാമുകൾ, പദ്ധതികളൊക്കെ നമ്മൾ പാഴാക്കിയില്ലേ? അബ്രഹത്തിന്റെ ആനപ്പടന്റെ
ആനപ്പട വരുന്ന് പറഞ്ഞതല്ല, ആനപ്പട പുറപ്പെട്ടിട്ടുണ്ട്, ഏകദേശം മക്കന്റെ അടുത്തെത്തിയിട്ടുണ്ട്, അറഫ കഴിഞ്ഞു. പക്ഷെ അള്ളാഹു പറയാണ് പ്ലാനൊക്കെ ഞാൻ, അവരുടെ തന്ത്രങ്ങളൊക്കെ നമ്മൾ പാഴാക്കി, അവരുടെ പ്ലാനൊക്കെ നമ്മൾ പാഴാക്കി. ആരെന്ത് പ്ലാൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അവരെന്ത് പ്ലാൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ മാത്രമേ നടപ്പിലുള്ളൂ. മുഅ്മിൻ അവന് പ്രയാസങ്ങൾ, അവന്റെ ഈമാന്റെ പേരിലുള്ള പ്രയാസങ്ങൾ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. പക്ഷെ മുഅ്മിൻ സന്തോഷത്തോടെ അനുഭവിക്കും. മുഅ്മിനൊരു പ്രശ്നമില്ല. സഹാബിന്റെ ചെന്നിത്തലയിൽ ഇവിടെ അമ്പ് കൊണ്ടു, അമ്പ് കൊണ്ടു, അത് പിടിച്ചു വലിച്ചു ഊരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഫുസ്തു റബ്ബിൽ കഅബ, കഅബയുടെ റബ്ബ് തന്നെയാണ് ഞാൻ വിജയിച്ചു, കഅബയുടെ റബ്ബ് തന്നെയാണ് ഞാൻ വിജയിച്ചു. ഫുസ്തു റബ്ബിൽ കഅബ. പ്രയാസം വന്നപ്പോൾ സഹാബാക്കൾ പറഞ്ഞത് ഇതാണ്, വിജയിച്ചു. ഇതിനു വേണ്ടിയിട്ട് നടന്നിരുന്നത്. ഒരു സർവ്വസമാരുടെ പരീക്ഷണങ്ങൾ ഉണ്ടാവാം, പ്രയാസങ്ങൾ ഉണ്ടാവാം, പക്ഷെ മുഅ്മിൻ പതറില്ല. മുഅ്മിൻ അവന്റെ ഈമാനിൽ നിൽക്കും. ബുദ്ധിമുട്ടുകൾ അതിന്റെ റബ്ബിന്റെ ഭാഗത്തേക്ക് കൂടുതൽ അടുക്കാനുള്ള വഴികളാണെന്ന് മനസ്സിലാക്കും. പരീക്ഷണം ഉണ്ടാവാം, ഏമന്നാൾ അടുക്കുന്നതോറും പരീക്ഷണങ്ങൾ ഉണ്ടാവും. തസ്ബീഹിന്റെ നൂല് പൊട്ടിയതുപോലെ, മണികൾ കൊഴിഞ്ഞു വീഴുന്ന പോലെ പരീക്ഷണങ്ങൾ വരും. പക്ഷെ മുഅ്മിൻ അതിലൊന്നും പതറില്ല. മുഅ്മിൻ അതിൽ പതറില്ല. മുഅ്മിനോ അവന്റെ ഈമാനിലുള്ളത്. കാരണം അവൻ മരിക്കാൻ തയ്യാറാണ്, അവൻ അല്ലാഹുവിലേക്ക് പോകാൻ തയ്യാറാണ്. സർവ്വ ഈ മാനസികാവസ്ഥ ജ്ഞാനങ്ങൾ ഉണ്ടാക്കിയാൽ ഈമാനോട് കൂടി അല്ലാഹുവിലേക്ക് ചെന്ന് ചേരാൻ പറ്റും. ഇല്ലെങ്കിൽ വസ്തുക്കളിൽ കുടുങ്ങി ദീനിനെ വിൽക്കാനുള്ള അവസ്ഥ ഉണ്ടാവും. ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം യുസ്ബിഹു الرجل മുഅ്മിനൻ വയംസി കാഫിറാ വയംസി മുഅ്മിനൻ വയസ്ബിഹു കാഫിറാ യബിഉ ദീനഹു ബിഅറദിൻ മിനദ് ദുനിയ യബിഉ ദീനഹു ബിഅറദിൻ മിനദ് ദുനിയ. രാവിലെ മുഅ്മിനായിരുന്നു, വൈകുന്നേരമാകുമ്പോൾ കാഫിറായി. വൈകുന്നേരം മുഅ്മിനായിരുന്നു, രാവിലെ ആകുമ്പോൾ കാഫിറായി. രാത്രിയുടെ ഇരുളടഞ്ഞ കഷ്ണം പോലെ ഫിത്നകൾ വരും, പരീക്ഷണങ്ങൾ വരും. അപ്പൊ രാവിലെ മുഅ്മിനായോ രാത്രി ആകുമ്പോൾ കാഫിറായി പോകും. വൈകുന്നേരം മുഅ്മിനായിരുന്നു, രാവിലെ ആകുമ്പോൾ കാഫിറാവാണ്. ദുനിയാവിന്റെ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് വേണ്ടി അവന്റെ ദീനിനെ അവൻ കൈയൊഴിഞ്ഞു കളയും, വിറ്റ് കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എപ്പോഴുണ്ടാവുക? ദുനിയാവ് വലുതായാൽ പിന്നെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ദീനിനെ ഒഴിവാക്കാൻ തുടങ്ങും, ദീനിനെ ഒഴിവാക്കാൻ തുടങ്ങും. സർവരെ നമ്മളെ ഈമാനിന്റെ പരിശ്രമത്തിൽ നമ്മളെ തടയുന്നത് നമ്മളെ ദുനിയാവിന്റെ വസ്തുക്കളാണെങ്കിൽ നമ്മൾ ആലോചിക്കണം, അവസാന സമയം ഉപയോഗിക്കും ദുനിയാവിന് വേണ്ടി നമ്മളെ ദീനിനെ നമ്മൾ വിൽക്കേണ്ടി വരും. അള്ളാഹ് നമ്മളെ കാക്കുമാറാവട്ടെ. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം. മരിച്ചു പോലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കലല്ല, ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ മനുഷ്യൻ. അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ. പരീക്ഷണങ്ങളൊക്കെ വരുന്നത് അള്ളാഹുവിലേക്ക് മടങ്ങാനാണ്, അള്ളാഹുവിലേക്ക് മടങ്ങാനാണ്. അള്ളാഹുവിലേക്കുള്ള മടക്കം അത് ഏറ്റവും വലുതാണ്. സാറിന് നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഈമാന്റെ അവസ്ഥ എന്താണ്. ഞാൻ എത്രത്തോളം എന്റെ ആഖിറത്തിന് വേണ്ടി, ആഖിറത്തിലെ തയ്യാറെടുപ്പിന് വേണ്ടി സമയവും എന്റെ കഴിവും എന്റെ യോഗ്യതയും ചെലവാക്കിയിട്ടുണ്ട്. നമ്മൾ ഫുള്ള് കഴിവും നമ്മുടെ ചിന്തയും ഫുള്ള് ദുനിയാവിൽ. എന്നിട്ട് ദുനിയാവിന്റെ എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ആകെ വെപ്രാളത്തിലും ബേജാറിലുമാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കി തീർത്തതാണ്. അതുകൊണ്ട് നമ്മുടെ ദീനിന്റെ പരിശ്രമത്തിന്റെ വഴിയിൽ നന്മ കൽപ്പിക്കുക, തിന്മ നിരോധിക്കുക, ആ വഴിയിൽ മനുഷ്യർ അധ്വാനിക്കുക. ആകെ ഫിത്നകൾ അടങ്ങാനുള്ള വഴി നന്മ കൽപ്പിക്കലും തിന്മ നിരോധിക്കലുമാണ്. ആ ജോലി ഉമ്മത്ത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം വരും. അള്ളാഹു മുഅ്മിനീങ്ങളുടെ ദുആ കബൂലാക്കും, അള്ളാഹു മുഅ്മിനീങ്ങളുടെ ദുആ കബൂലാക്കും, അവരെ സഹായിക്കും, അവരെ ബലഹീനരെ സഹായിക്കും. നന്മ കൽപ്പിക്കലും തിന്മ നിരോധിക്കലും ഇല്ലാതായി. ആളുകൾ ആരും അള്ളാഹിനെ കുറിച്ച് പറയില്ല, ആഖിറത്തിനെ കുറിച്ച് പറയില്ല. നന്മയിലേക്ക് ആളുകളെ വിളിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് പോകുന്നത് വലിയ അപകടത്തിലേക്ക്. അതുകൊണ്ട് നമ്മുടെ മുഴുവൻ അധ്വാനങ്ങളും വസ്തുക്കളിലായി പോയാൽ നമ്മൾ വലിയ നഷ്ടവാളികളാവും. അതുകൊണ്ട് നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത് അത് നമ്മൾ അള്ളാഹുവിന്റെ വഴിയിൽ തിരിക്കും. എന്തായാലും എന്ത് സംഭവിച്ചാലും മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ് ചെലവാക്കിയാൽ. സമയം കൊടുത്താൽ ലാഭമാണ്, അതിന്റെ ഈമാനിൽ വർധനമുണ്ടാവും. ആളുകൾ പ്രതിസന്ധിയിലാവുമ്പോഴേക്കും ആളുകളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനും അവരെ അള്ളാഹുവിലേക്ക് ചേർക്കാനും, അള്ളാഹുവിലേക്ക് ചേർക്കുമ്പോഴാണ് ധൈര്യം ഉണ്ടാവുക, ഈമാൻ ഉണ്ടാവുക, ടെൻഷൻ മാറുക, ഭയം മാറിപ്പോവുക.
അല്ലെങ്കിൽ ഫുൾ ആളുകളുടെ ചർച്ച അതാണ്, വലിയ വലിയ ചർച്ചകളിലാണ്. ഈ ചർച്ച അവസാനിക്കണം. ആൾക്കാരെ അള്ളാഹനെ മനസ്സിലാക്കി തുടങ്ങണം. ആളുകൾ മസ്ജിദുകളിൽ സമയം ചെലവഴിക്കുന്നവരായി മാറണം. അള്ളാഹുവിന്റെ സഹായം ഇറങ്ങുന്നത് മസ്ജിദുകളിലാണ്. മസ്ജിദുകൾ ഇബാദത്ത് കൊണ്ട് ആബാദാവുകയാണെങ്കിൽ അള്ളാഹു ആ നാട്ടിൽ ഇറക്കാൻ വിചാരിച്ച ശിക്ഷയെ അള്ളാഹു ഇല്ലാതാക്കും. ആരെന്ത് വിചാരിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. മസ്ജിദ് സജീവാണെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. അതുകൊണ്ട് അതിനുള്ള പണി, അതിനുള്ള അധ്വാനം, അതിനുള്ള പരിശ്രമം ചെയ്യണം. അത് നമ്മളെ ഏറ്റവും വലിയ ആവശ്യം. നമ്മളെ ദുനിയാവിന്റെ അവസ്ഥയിലായി പോയാലോ, വലിയ അപകടം. അതുകൊണ്ട് റമദാനാകുന്ന ഒരു മുബാറക്കായ മാസം നമ്മളെ മുന്നിൽ വരാൻ ആളുകൾ ഹൃദയംഗമായി ഒന്ന് പാകപ്പെടുന്ന സമയമാണ് റമദാൻ. ഒരുവിധം ആളുകളൊക്കെ പള്ളിയിലുണ്ടാവും. റമദാനിൽ ഇല്ലാത്ത ആൾക്കാരും സുബീക്കും മറ്റൊക്കെ ഫുള്ള് 2 സഫുള്ള പള്ളിയൊക്കെ 20 സഫാവും റമദാനായാൽ. കാരണം ആളുകൾ സുബീക്ക് പള്ളിയിലുണ്ടാവും, അമലുകളിലുണ്ടാവും. ആളുകൾ ഒന്ന് മസ്ജിദിലേക്ക് അടുക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മൾ നമ്മുടെ ശരിയായ പരിശ്രമമായി അവരെ മുന്നിലെത്തിയാൽ മാഷാ അല്ലാഹ് അവരും റമദാന് ശേഷവും ദീനെ ജീവിക്കുന്നവരും ദീന്റെ പരിശ്രമം ചെയ്യുന്നവരായി മാറും. മാർക്കറ്റിൽ ആളിറങ്ങുന്ന സമയത്താണ് കട തുറക്കുകയും കച്ചവടം ചെയ്യുകയും ചെയ്യും. ചില ചായ കച്ചവടങ്ങളൊക്കെ ഉണ്ടാവും മീൻ മാർക്കറ്റുകളിലൊക്കെ. 4 മണിക്ക് 3 മണിക്ക് 2 മണിക്കൊക്കെ മീൻ മാർക്കറ്റ് ഓപ്പൺ ആവും. ഫുൾ ആൾക്കാരായിരിക്കും. അതിന്റെ ഇടയിൽ ചായയൊക്കെ വിറ്റെടുക്കുന്നുണ്ടാവും ആൾക്കാർ 2 മണിക്കൊക്കെ. ചായക്കാരെ അവിടെ മാർക്കറ്റാണ്, ആളുണ്ട്. ഈ സമയത്ത് ഉറങ്ങാൻ പോയാൽ കച്ചവടം നടക്കില്ല. നമ്മുടെ കച്ചവടക്കാർ 10 മണിക്കായ ചില മാർക്കറ്റ് ഫുള്ളാണ്, കുറെ പെട്ടികൾ മാത്രമേ ഉണ്ടാവും. അപ്പൊ അയാൾ ഓരോ പെട്ടിന്റെ അടുത്ത് മീൻ ചായയൊക്കെ എന്നിട്ട് ഒരു കാര്യമില്ല. അവിടെ ആരുണ്ടല്ലോ, ആളുണ്ടാവും. അതുകൊണ്ട് മുമ്പിന്റെ സീസൺ ടൈമാണ്. ടെക്സ്റ്റൈൽസുകാരൻ ഫുള്ള് ഡ്രസ്സ് ശരിയാക്കിയിട്ടുണ്ടാവും കടയിൽ. ചെരുപ്പുകാര് കടയിൽ ചെരുപ്പ് കയറ്റിട്ടുണ്ടാവും. കാരെ കണ്ടിട്ടാണ്? റമദാനെ കണ്ടിട്ടാണ്. മാഷാ അല്ലാഹ് പെരുന്നാളുണ്ട്, അപ്പൊ ചെരുപ്പൊക്കെ ഫുള്ള് വെക്കുക. എല്ലാരും ഓരോരോ പരിപാടികൾ തുടങ്ങി. സാധാരണ നമ്മളും മസ്ജിദുകളിൽ ആളുകളുണ്ട് സജീവമായിട്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ പുറപ്പെടുക, പരിശ്രമിക്കുക. അള്ളാഹു തആല നമുക്ക് ഹിമ്മത്ത് തരും. നമ്മൾ വഴിയായി മറ്റുള്ളവർക്ക് ഹിമ്മത്ത് ഉണ്ടാവും. ഉമ്മത്ത് ഒന്നാവും, ഉമ്മത്തിന് ഹിമ്മത്ത് ഉണ്ടാവും. അള്ളാഹുവിന്റെ സഹായം ഉമ്മത്തിന് നേരെ വരും. അള്ളാഹുവിലൂടെ അല്ലാതെ ഉമ്മത്തിനെ സഹായിക്കാൻ ആർക്കും കഴിയില്ല. നമുക്ക് പലതും തോന്നാൻ അതാ വന്നാൽ ഇത് വന്നാൽ അത് പോയാൽ ഇത് പോയാൽ എന്നൊക്കെ പറയും. ഒന്ന് വന്നാലും ഒന്ന് പോയാലും ഒന്നുമില്ല. അള്ളാഹുവിന്റെ സഹായം വന്നാൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹിന്റെ സഹായം ഇല്ലാതായാൽ നമ്മൾ കഷ്ടപ്പെടും. അതുകൊണ്ട് അള്ളാഹിന്റെ സഹായം കിട്ടാനുള്ള വഴി നന്മ കൽപ്പിക്കലും തിന്മ നിരോധിക്കലും നടന്നുകൊണ്ടേയിരിക്കണം. ആളുകളോട് അള്ളാഹിനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആളുകൾ വഴികളിലും കമ്പോളങ്ങളിലും ഇടവഴികളിലൊക്കെ യാത്ര ചെയ്ത് അള്ളാഹിനെ പറ്റി പറഞ്ഞ സംഘങ്ങൾ ഉണ്ടാവണം. അതിനുള്ള വലിയൊരു പരിശ്രമമാണ്, വലിയൊരു പരിശ്രമം. ആ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ വേണ്ടി പറഞ്ഞത്. പുറപ്പെടൽ ഖുറൂജ് മനുഷ്യർക്ക് വലിയ ഖൈറുകളുടെ വാതിലുകൾ തുറന്നു. പ്രതിസന്ധികളിൽ നിന്നുള്ള മഖ്റജ് ശരിക്കും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പുറപ്പെടലാണ്.